സ്വയംവര പന്തലിന്റെ അപ്കമിങ് എപ്പിസോഡിലോട്ട് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ നന്ദിനിയാണെങ്കിൽ തന്റെ അമ്മയുടെ ഓർമ്മ ദിവസം 3 സുമംഗലികൾക്ക് സാരി കൊടുക്ക എന്ന് സാറിന്റെ അടുത്ത് നന്ദിനി പറയുന്നുണ്ട്. സാർ, ഞാന് പുറത്ത് വെച്ച് ചെയ്തോളാം. വീടിനുള്ളില് അഴുക്കൊക്കെ ആയാലോ, ചുമരില് എന്തെങ്കിലും കറയായാല് അത് പ്രശ്നാവും. അതുകൊണ്ടാ. നീ എന്താ പത്മത്തെ ഓർത്താണോ ഇങ്ങനെ പേടിക്കുന്നേ? പത്മ നീ വിചാരിക്കുന്ന പോലെയൊന്നുമല്ല. ഇക്കാര്യത്തില് അവൾ ഒരു എതിർപ്പും പറയില്ല എന്നുള്ള ഉറപ്പിലാണ് നന്ദിനി വീട്ടിൽ തന്നെ ആ ചടങ്ങ് ചെയ്യുന്നത്. 3 സുമംഗലികളെല്ലാം വരുന്നുണ്ട്. ഇത് കാണുന്ന പത്മം വലിയ ദേഷ്യത്തിലായിരിക്കും. തന്നോട് പറയാതെ ഈ വീട്ടില് ഇങ്ങനൊരു കാര്യം ചെയ്യുന്നതില് പത്മത്തിന് വലിയ ദേഷ്യമായിരിക്കും. പത്മം അങ്ങോട്ട് കയറി ചെന്ന് അതെല്ലാം തട്ടിത്തെറിപ്പിക്കുന്നുണ്ട്. എന്നോട് പറയാതെ നിങ്ങള് ഈ വീട്ടിൽ ഇങ്ങനൊരു ചടങ്ങ് ചെയ്യുന്നു, അതൊരിക്കലും ഞാൻ സമ്മതിക്കില്ല എന്നൊക്കെ പറഞ്ഞ് കലി തുള്ളി നിൽക്കുവാണ് പത്മം. സൂര്യയാണെങ്കില് ഒരു തുള്ളി മദ്യം പോലും കഴിക്കാതെയാണ് നിൽക്കുന്നേ. അച്ഛൻ പറഞ്ഞത് കേട്ടാണ് ഇങ്ങനെയൊന്നും ചെയ്യാതെ നല്ല കുട്ടിയായിട്ട് നിൽക്കുന്നത്. എന്നാ ഈ സമയത്ത് അമ്മ ഇങ്ങനെയൊക്കെ പ്രതികരിച്ചപ്പോ സൂര്യക്ക് ഒന്നും പറയാനുണ്ടായിരിക്കില്ല. അവിടെ നിന്ന് ഇറങ്ങി പോകുന്നുണ്ട്. എന്നാ പത്മ പറയുന്നുണ്ട്, എടി നീ ഈ വീട്ടിൽ ആരുമല്ല, നിന്നെ ഞാൻ മരുമകളായിട്ട് അംഗീകരിച്ചിട്ടുമില്ല. 5 മിനിറ്റ് അതിനുള്ളില് ഇതെല്ലാം ഇവിടുന്ന് ഒഴിവാക്കി ഈ സ്ത്രീകളെയും ഇവിടുന്ന് പറഞ്ഞു വിട്ടേക്കണം എന്നും പറഞ്ഞ് പത്മം താഴത്തോട്ട് പോകുന്നുണ്ട്. പിന്നീടായിട്ട് കരഞ്ഞുകൊണ്ട് നന്ദിനി നിൽക്കുന്നുണ്ട്. നന്ദിനിയെ സമാധാനിപ്പിക്കാനായിട്ട് ഫ്രണ്ടും ഉണ്ടായിരിക്കും. നീ കരയാതിരിക്ക്, ഇങ്ങനൊരു സ്ത്രീയാണെന്ന് ഞാൻ ഒരിക്കലും കരുതിയില്ല. തൻ്റെ അമ്മയ്ക്ക് വേണ്ടിയിട്ട് നീ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ഇതുപോലൊക്കെ മാഡം ഇവിടെ വന്ന് ചെയ്യുമെന്ന് ഞാൻ ഒരിക്കലും കരുതിയില്ല. അവരൊരു സ്ത്രീയാണോ? നീ വിഷമിക്കാതിരിക്കുക. ചേച്ചി, എൻ്റെ അമ്മയുടെ ആത്മാവ് ഇവിടെ എവിടെയെങ്കിലുമൊക്കെ ഉണ്ടായിരിക്കും. അമ്മ ഇപ്പോൾ ഇതൊക്കെ കണ്ടു കാണില്ലേ? ഞാൻ എൻ്റെ അമ്മയ്ക്ക് വേണ്ടിയിട്ട് അത്രയും സ്നേഹത്തോടു കൂടിയാ ഇതൊക്കെ ചെയ്തത്. എല്ലാ വർഷവും ഞാൻ നാട്ടിൽ എൻ്റെ അച്ഛമ്മയുടെ കൂടെയും എൻ്റെ അനിയത്തിമാരുടെ കൂടെയോ ഇക്കാര്യം ചെയ്തിരുന്നത്. നാടും വീടും വിട്ട് ഇവിടെ വന്നപ്പോൾ ഇവിടെ എനിക്ക് അങ്ങനെ എൻ്റെ അമ്മയ്ക്ക് വേണ്ടി ചെയ്യണമെന്ന് കരുതി. അതെൻ്റെ തെറ്റാ. ഞാൻ അപ്പോഴേ പറഞ്ഞതല്ലേ ചേച്ചി, ചേച്ചിയുടെ വീട്ടിൽ വെച്ച് ഇത് ചെയ്യാമെന്ന്. ചേച്ചി, ഞാൻ എത്ര ധൈര്യമുള്ള കുട്ടിയാണെന്ന് ചേച്ചിക്കറിയില്ലേ? എൻ്റെ 2 അനിയത്തിമാരെയും ഞാൻ അങ്ങനെയാ വളർത്തിയത്. അങ്ങനെ വളർത്തി ആ നിലയ്ക്ക് എത്തിച്ചു. എന്നിട്ടിപ്പോ എനിക്ക് ഒന്നിനും ധൈര്യമില്ലാതെ പോയല്ലോ. എൻ്റെ അമ്മയ്ക്ക് വേണ്ടി എനിക്കിതുപോലും ചെയ്യാൻ പറ്റാതെയായല്ലോ ചേച്ചി. മോളെ, നീ സങ്കടപ്പെടാതിരിക്കുക. നീ ഇങ്ങനെ വിഷമിക്കല്ലേ. എന്നാലും എൻ്റെ അമ്മയ്ക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട സാരി ഏത്? ആ സാരി തന്നെ വാങ്ങി എല്ലാവർക്കും കൊടുക്കണമെന്ന് എൻ്റെ ആഗ്രഹമായിരുന്നു. അത് നടന്നില്ലല്ലോ. അപ്പോഴായിരിക്കും അച്ഛമ്മ വിളിക്കുന്നത്. അച്ഛമ്മയുടെ ഫോൺ കാണുമ്പോൾ ചേച്ചി പറയുന്നുണ്ട്, നീ എന്തായാലും ഫോൺ എടുക്കണ്ട. അത് പറ്റില്ല. എടുത്തിട്ടില്ലെങ്കിൽ ആകെ കൂടെ വിഷമിക്കും, എന്തെങ്കിലുമൊക്കെ കരുതും. അതുകൊണ്ട് ഞാൻ ഫോൺ എടുക്കട്ടെ. നീ എടുത്തിട്ട് എങ്ങനെയാ സംസാരിക്കുക? നിന്നെ കൊണ്ട് പറ്റില്ല. ഞാൻ സംസാരിച്ചല്ലോ ചേച്ചി എന്നും പറഞ്ഞ് നന്ദിനി ഫോൺ എടുക്കുന്നുണ്ട്. ആ അച്ഛമ്മേ, ആ മോളെ, ഇവിടുത്തെ ചടങ്ങൊക്കെ കഴിഞ്ഞു. ഇവിടെ ഒരു 5 സുമംഗലികളെ വിളിച്ച് അച്ഛനിവിടെ സാരിയൊക്കെ കൊടുത്തു. അച്ഛനിപ്പോൾ പുറത്തോട്ട് പോയിരിക്കുക. അവിടെ എന്തായി മോളെ? മോള് അമ്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചോ? ആ അച്ഛമ്മേ, ഞാൻ പ്രാർത്ഥിച്ചു. എന്താ മോൾക്ക് എന്തെങ്കിലും സങ്കടമുണ്ടോ? ഏയ് ഇല്ല, അമ്മയെക്കുറിച്ച് ഓർത്തപ്പോൾ എനിക്ക് എന്തോ സങ്കടം വന്നതാ. അവിടുത്തെ ചടങ്ങൊക്കെ എന്തായി? അതൊന്നും കുഴപ്പമില്ല. ഞാനിങ്ങനെ കരുതുമായിരുന്നു അവിടെ പത്മ മാഡം ഇനി എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കി കാണുമെന്ന്. എന്തായാലും അവരൊരു സ്ത്രീയല്ലേ, ഈ സമയത്തൊരു പ്രശ്നം ഉണ്ടാക്കില്ല എന്ന് എനിക്ക് ഉറപ്പായിരുന്നു. എന്തായാലും മോള് കാര്യങ്ങളൊക്കെ ഭംഗിയായിട്ട് ചെയ്യേ. അമ്മയുടെ എല്ലാ അനുഗ്രഹങ്ങളും മോൾക്കുണ്ടായിരിക്കും. അച്ഛമ്മേ, ഇവിടുത്തെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ അച്ഛമ്മയ്ക്ക് കുറച്ച് സമയം കഴിഞ്ഞിട്ട് വിളിക്കാം. ശരി അച്ഛമ്മേ. സങ്കടം കടിച്ചമർത്തി നന്ദിനി ഫോൺ കട്ട് ചെയ്യുന്നുണ്ട്. മോളെ, നീ വിഷമിക്കാതിരിക്കുക. എന്നാലും എൻ്റെ അമ്മയ്ക്ക് വേണ്ടി എനിക്കൊന്നും ചെയ്യാൻ പറ്റിയില്ലല്ലോ എന്നോർത്ത് സങ്കടപ്പെട്ട് നിൽക്കുകയാണ് നന്ദിനി. പിന്നീടായിട്ട് കാണിക്കുന്നത് സൂര്യയായിരിക്കും. ഇതൊക്കെ കണ്ട് ടെൻഷൻ അടിച്ച് സൂര്യ മദ്യപിക്കുകയായിരിക്കും. ഈ സമയത്ത് ഫ്രണ്ടിനെ വിളിക്കുന്നുണ്ട്. അവനാണെങ്കിൽ ഫോൺ എടുക്കുന്നുണ്ടായിരിക്കില്ല. പലതവണ വിളിക്കുന്നു. അങ്ങനെ ഫോൺ എടുക്കുക. എന്താടാ നീ ഫോൺ എടുക്കാതെ? എടാ, ഞാൻ ബാത്റൂമിലായിരുന്നു. എടാ, എന്നാലും എൻ്റെ അമ്മ എന്താടാ ഇങ്ങനൊരു ക്രൂരയായത്? അവരൊക്കെ ഒരു സ്ത്രീയാണോ? എന്താടാ ഇപ്പൊ പുതിയ പ്രശ്നം? എടാ, ഇന്ന് നടന്നത് എന്താണെന്നറിയോ? ഇന്ന് നന്ദിനിയുടെ അമ്മയുടെ ഓർമ്മ ദിവസമായിരുന്നു. ആ കുട്ടി ഒരു 3 സുമംഗലികൾക്ക് സാരി കൊടുക്കാൻ വേണ്ടി നിന്നതാ. അതൊക്കെ തട്ടിത്തെറിപ്പിച്ചു എൻ്റെ അമ്മ എന്ന് പറയുന്ന ആ പ്രേതം. അവരെന്തൊരു സ്ത്രീയാടാ. എനിക്ക് ഓർക്കുമ്പോ തന്നെ കലി സഹിക്കാൻ പറ്റുന്നില്ല. ഇതിപ്പോ ആദ്യത്തെ കാര്യമാണോ? നീ അതൊക്കെ അങ്ങ് വിട്ടേക്ക്. ഇതങ്ങനെ വിടാനൊന്നും പറ്റില്ല.
നീ എനിക്ക് ഒരു സഹായം ചെയ്യണം. ചെയ്യോ? ഉറപ്പായിട്ട് നീ ചെയ്യോ? അതൊന്നും പറയാൻ പറ്റില്ല. നീ ഇനി എനിക്ക് ചെയ്യാൻ പറ്റാത്ത വല്ല കാര്യമായിരിക്കും പറയാ. അപ്പം ഞാൻ എങ്ങനെയാ നിനക്ക് ഉറപ്പ് തരാ? ഇതൊന്നുമല്ല. അങ്ങനെ കാര്യം പറയുന്നുണ്ട്. ശരി, നിനക്ക് വേണ്ടി ഞാൻ ചെയ്യാം. താങ്ക് യു എടാ. ഐ ലവ് യു. ഇതേ എന്നോടല്ല പറയേണ്ടത്, നിന്റെ ഭാര്യയോട് പോയി പറയേ ഐ ലവ് യു എന്ന്. എന്നാലേ അവൾ നിന്നെ നല്ല പോലെ സ്നേഹിക്കും. നീ ഒന്ന് പോടാ. അങ്ങനെ ഫോൺ കട്ട് ചെയ്യുന്നു. സൂര്യക്ക് എന്തോ പ്ലാനുണ്ട്. അങ്ങനെ ആകെ കരഞ്ഞുകൊണ്ട് നന്ദിനി അവിടെ ഇരിക്കുക. അപ്പോഴായിരിക്കും സൂര്യ വണ്ടിയുമായിട്ട് വരുന്നത്. വണ്ടിയിൽ നിന്ന് കുറച്ച് ചേച്ചിമാർ ഇറങ്ങുന്നുണ്ട്. ഒരു 8 പേര് കാണും. അവരവിടെ വന്ന് ഇറങ്ങുന്നു. ഇത് കണ്ട് പത്മവും മക്കളും അളിയനൊക്കെ പുറത്ത് തന്നെ ഉണ്ടായിരിക്കും. അച്ഛനെയും ബാക്കി എല്ലാവരെയും വിളിക്കുന്നുണ്ട്. അവസാനം നന്ദിനിയെ വിളിക്കുന്നു. നന്ദിനി, ഇങ്ങ് വാ, നീ പേടിക്കണ്ട, നീ പുറത്തോട്ട് വാ. അങ്ങനെ നന്ദിനിയെ ഉറക്ക വിളിക്കുക. നന്ദിനി ടെറസിന് മുകളിൽ നിന്ന് താഴോട്ട് നോക്കുന്നുണ്ട്. ആ, നീ അവിടെ നിൽക്ക, നീ ഇങ്ങോട്ട് വാ. നന്ദിനി നിന്നെ വിളിക്കുന്നുണ്ട്, നീ അങ്ങോട്ട് ചെല്ല്. ഞാൻ അങ്ങോട്ട് പോകുന്നില്ല. ഇപ്പോ അമ്മയോടുള്ള ദേഷ്യത്തിനാ അതൊക്കെ അവിടെ കാണിക്കുന്നേ. അതുകൊണ്ട് ഞാൻ പോയാൽ ശരിയാവില്ല. ദേ നന്ദിനി, നീ ഇങ്ങോട്ട് വാ. നിനക്ക് ഇങ്ങോട്ട് വരാൻ മടിയാണെങ്കിൽ ഞാൻ അങ്ങോട്ട് വരാം നിന്നെ വിളിക്കാനായിട്ട്. അങ്ങനെ മുകളിലോട്ട് കയറി ചെന്ന് സൂര്യ നന്ദിനിയെ വിളിച്ചിറക്കി പുറത്തോട്ട് കൊണ്ടുവരുന്നുണ്ട്. നീ എന്തിനാ പേടിക്കുന്നേ? എൻ്റെ അമ്മയെ കണ്ടിട്ടാണോ? ഒന്നും ചെയ്യാൻ പോകുന്നില്ല. നീയേ നിന്റെ അമ്മയ്ക്ക് വേണ്ടിയിട്ട് ചടങ്ങ് നടത്തുന്നത് ഉള്ളിലല്ലേ ചെയ്യാൻ പറ്റില്ല എന്നുള്ളൂ, വീടിനുള്ളില്. ഇതേ പുറത്ത് വെച്ച് നിനക്ക് ചെയ്യാം. അങ്ങനെ ഡിക്കി തുറന്ന് കുറച്ച് ഡ്രസ്സുകളും അതുപോലെ കുറച്ച് പൂജാ സാധനങ്ങളും അങ്ങനെ സ്വീറ്റ്സും ഒക്കെ കൊണ്ട് പുറത്ത് വെക്കുന്നുണ്ട്. ഇതൊക്കെ നിന്റെ അമ്മയ്ക്ക് നീ ചെയ്യേണ്ട ചടങ്ങ് ചെയ്യാനുള്ള സാധനങ്ങളാ. നീ ഇവിടെ വെച്ച് ചെയ്യ. നിനക്ക് എന്തു വേണേ ചെയ്യാം. ആരും ഒന്നും പറയാൻ പോകുന്നില്ല. ഇത് കേട്ട് നന്ദിനി ഒന്നും മിണ്ടാതെ നിൽക്കുന്നുണ്ട്. നീ പേടിക്കണ്ട. അല്ല, നിന്റെ അമ്മയെക്കുറിച്ച് നീ വർഷത്തിലോർത്ത് ഇങ്ങനെയൊക്കെ ചെയ്യുന്നില്ലേ? അത് നിന്റെ അമ്മ നിന്നെ അത്രയേറെ സ്നേഹിച്ചിരുന്നു. നീ അങ്ങോട്ടും ഒരമ്മയുടെ സ്നേഹം നിനക്ക് തന്നിട്ടുണ്ട്. എന്നാ എനിക്കും ഉണ്ട് ഒരമ്മ. അമ്മയുടെ സ്നേഹവും തന്നിട്ടില്ല, ഒരു ലാളനയും എനിക്ക് തന്നിട്ടില്ല. ആ സ്ത്രീയെ ഒന്നും ഞാൻ ഇതുപോലെ ഓർമ്മ ദിവസം വെച്ച് ഓർക്കാനൊന്നും പോകുന്നില്ല. ചിതയ്ക്ക് തീ കൊളുത്താൻ കൂടെ എന്നെ കിട്ടില്ല. ഇത് കേൾക്കുന്ന പത്മം ഒന്ന് സങ്കടപ്പെടുന്നുണ്ട്. തൻ്റെ മകൻ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ ഏതൊരമ്മയ്ക്കും സങ്കടം ഉണ്ടാവില്ലേ? അത് പത്മത്തിനുമുണ്ട്. എന്നാ മുഖം കയറ്റിപ്പിടിച്ചാണ് പത്മൻ നിൽക്കുന്നത്. നീ ചെയ്യ്. നീ 3 പേർക്കല്ലേ സാരി കൊടുക്കണമെന്ന് പറഞ്ഞത്? ഞാനേ 8 പേരെ കൊണ്ടുവന്നിട്ടുണ്ട്. നീ 8 പേർക്കും കൊടുക്ക്. ഇനി പോരാന്നുണ്ടെങ്കിൽ ഒരു ലോറി നിറയെ സുമംഗലികളെ ഞാനിവിടെ കൊടുന്നിറക്കാം. എല്ലാവർക്കും കൊടുക്കാം. നീ കൊടുക്ക്. എല്ലാവർക്കും സാരി കൊടുക്ക്. ഞാനല്ലേ പറയുന്നേ, നീ കൊടുക്ക്. അങ്ങനെ ആദ്യത്തെ ചേച്ചിക്ക് സാരി കൊടുക്കുന്നു. ഒരെണ്ണം കൊടുക്കല്ലേ, 2 എണ്ണം കൊടുക്ക്. എത്ര എണ്ണം വേണമെങ്കിൽ നീ കൊടുത്തോ. അതിനുള്ളതെല്ലാം ഞാൻ വാങ്ങിച്ചിട്ടുണ്ട്. ഒരെണ്ണം മതിയോ? അങ്ങനെ ഓരോരുത്തർക്കും സാരി കൊടുക്കുന്നു. ഇതൊക്കെ കണ്ട് ദേഷ്യത്തിലാണ് പത്മ നിൽക്കുന്നത്. അങ്ങനെ സാരി കൊടുത്തതിന് ശേഷം സൂര്യ പറയുന്നുണ്ട്, ഇതേ എൻ്റെ ഭാര്യയാ. ഇവൾക്ക് എന്തെങ്കിലും ആഗ്രഹം ഉണ്ടെങ്കിൽ അത് സാധിച്ചു കൊടുക്കാനേ അവളെ ഭർത്താവ് ഇവിടെ ഉണ്ട്. അതുകൊണ്ട് അക്കാര്യത്തിൽ ആരും ഇടപെടാൻ നിൽക്കണ്ട. ഇനി ഇതുപോലുള്ള പല ചടങ്ങുകളും ഇവിടെ ഉണ്ടാവും. അന്നൊക്കെ ഇതുപോലെയാണ് നിങ്ങൾ പ്രതികരിക്കുന്നുണ്ടെങ്കിൽ ഞാൻ ഇങ്ങനെ ആയിരിക്കില്ല നിങ്ങളോട് പ്രതികരിക്കുക. അതുകൊണ്ട് മര്യാദയ്ക്ക് ഓരോ കാര്യങ്ങളും ചെയ്താൽ മതി എന്ന് സൂര്യ വാണിംഗ് കൊടുക്കുന്നുണ്ട്. നന്ദിനിക്ക് ഒത്തിരി സന്തോഷമാവുന്നുണ്ട്. തൻ്റെ അമ്മയ്ക്ക് വേണ്ടി ഇങ്ങനൊരു കാര്യം ചെയ്യാൻ പറ്റിയല്ലോ എന്നോർത്ത്. അങ്ങനെ എല്ലാവരും ഉള്ളിലോട്ട് പോകുന്നു. അങ്ങനെ സൂര്യയാണെങ്കിൽ പുറത്ത് തന്നെ ഇരിക്കുന്നുണ്ടായിരിക്കും. നന്ദിനി ചെന്ന് നന്ദി പറയുന്നുണ്ട്. സാറിന് ഒരുപാട് നന്ദിയുണ്ട്. എൻ്റെ അമ്മയുടെ ചടങ്ങിന് ഇതുപോലെയൊന്നും ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ ഒരിക്കലും കരുതിയതല്ല. സാറ് കാരണ എനിക്ക് അങ്ങനെയൊക്കെ പറ്റിയത്. അതിന് സാറിനോട് എത്ര നന്ദി പറഞ്ഞാലും അത് മതിയാവില്ല. എന്നോട് നന്ദിയൊന്നും പറയണ്ട. നിന്റെ അമ്മയ്ക്ക് ഇങ്ങനൊരു ചടങ്ങ് ചെയ്യാൻ നീ ആഗ്രഹിച്ചു, അത് നടന്നു. അല്ലാതെ നീ എന്നോട് നന്ദിയൊന്നും പറയണ്ട. പിന്നെ നന്ദി പറയാൻ നമ്മൾ തമ്മിൽ അത്ര അകൽച്ചയൊന്നും ഇല്ലല്ലോ. നീ എൻ്റെ ഭാര്യയല്ലേ. എന്തായാലും ഒരു ദിവസം ഞാൻ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങേണ്ടി വരും. നീ എങ്ങോട്ട് ഇറങ്ങേണ്ടി വരുമെന്ന് നിന്നെ ഞാൻ എങ്ങോട്ടും വിടാൻ പോകുന്നില്ല. എൻ്റെ ഭാര്യയായിട്ട് നീ ഈ വീട്ടിൽ തന്നെ തുടരും. എന്തു പറഞ്ഞാലും സാറിന് എത്ര നന്ദി പറഞ്ഞാലും എനിക്ക് മതിയാവില്ല എന്നും പറഞ്ഞ് നന്ദിനി അവിടെ നിന്ന് പോകുന്നു. പാവം കുട്ടി, അവളെ ഒരു പഞ്ചപാവ എന്നൊക്കെ സൂര്യ പറയുന്നു. അച്ഛൻ അങ്ങോട്ട് വരുന്നുണ്ട്. ആ അച്ഛനോ? മോനെ, നിന്നെ ഓർക്കുമ്പോൾ എനിക്കിപ്പോൾ അഭിമാനം തോന്നുക. പണ്ടത്തെ സൂര്യ ഇപ്പോഴാ വന്നത്. എൻ്റെ വാക്ക് കേട്ട് നീ എന്തായാലും 6 മണി വരെ കുടിക്കാതിരുന്നല്ലോ. അത് തന്നെ വലിയ കാര്യം.
എന്തായാലും എൻ്റെ മോന് നല്ല മാറ്റമുണ്ട്. ഇതുപോലെ മുന്നോട്ട് പോ. ആ കുട്ടിയുടെ മനസ്സ് നീ വേദനിപ്പിക്കല്ലേ എന്നും പറഞ്ഞ് അച്ഛനും അവിടെ നിന്ന് പോകുന്നു. അച്ഛാ, ഐ ലവ് യു എന്നൊക്കെ ഉറക്കെ വിളിച്ച് പറയുന്നുണ്ട് സൂര്യ. അങ്ങനെ ഇന്നത്തെ റിവ്യൂ ഞാനിവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. നമ്മൾ ഏതോ ജന്മ കൽപ്പനയുടെ റിവ്യൂ ആണ് ചെയ്തിരുന്നത്. അത് വേണമെങ്കിൽ നിങ്ങൾ വീണ്ടും പറയൂ കേട്ടോ. നമുക്ക് അപ്കമിങ് എപ്പിസോഡ് വീണ്ടും അപ്ലോഡ് ചെയ്യാം. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക. സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ സബ്സ്ക്രൈബും ചെയ്തേക്കുക.